എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ഷെയർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് എൻ്റെ ഈ മോർണിംഗ് ടോക്കിന് നിദാനമായിട്ടുള്ളത്. നമ്മളൊക്കെ മനുഷ്യരോട് ഇടപഴകുന്നവരാണ്. പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അവരുമായിട്ട് സംവദിക്കുമ്പോൾ, അവരോട് സലാം പറയുമ്പോൾ, കൈ കൊടുക്കുമ്പോൾ, ഊഷ്മളമായ ഒരു ബന്ധം സ്ഥാപിക്കുമ്പോൾ അത് നമുക്ക് നൽകുന്ന ഒരു പോസിറ്റീവ് എനർജി അത് വളരെ വലുതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും, ജനങ്ങളുമായി ഇടപഴകുന്ന, ജനങ്ങളിൽ ജീവിക്കുന്ന, ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുന്ന ഒരു വിശ്വാസിയാണ് പള്ളിയിൽ ആരാധനകളിൽ മുഴുകുന്ന, ഭജനമിരിക്കുന്ന ആളെക്കാളും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വ്യക്തിയെന്ന്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, എല്ലാവർക്കും തീരുമാനിക്കപ്പെട്ട ഒരു കാര്യം മരണമാണ്. മരണം എന്നുള്ളത് നേരത്തെ നിശ്ചയിക്കപ്പെട്ടതാണ്. അതിനുശേഷമാണ് അള്ളാഹു നമുക്ക് ജീവിതം സമ്മാനിച്ചിരിക്കുന്നത്. നാം മരണപ്പെടുന്ന ദിവസം നമുക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ വിശ്വാസമുള്ള ഏകദൈവ വിശ്വാസികളായ എത്ര ആളുകൾ ഒരുമിച്ച് കൂടും? അതൊരു വലിയ പ്രശ്നമാണ്. ആ രൂപത്തിലുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന, ദുആ ചെയ്യുന്ന വിശ്വാസികൾ എനിക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ ഉണ്ടാവണമെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്ന സമയം ആളുകളുമായിട്ട് നല്ല സഹവാസത്തിലാവേണ്ടതുണ്ട്, ബന്ധം ചാർത്തേണ്ടതുണ്ട്, സംസാരിക്കേണ്ടതുണ്ട്. പലപ്പോഴും ഇന്ന് ആളുകൾ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി കമ്മ്യൂണിക്കേഷനാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരു കൗൺസിലിംഗ് കേസ് വന്നു. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമാണ് അതിൻ്റെ ആധാരം. യഥാർത്ഥത്തിൽ ഈ പെണ്ണ് അഭിപ്രായപ്പെട്ട വിഷയം, എൻ്റെ ഭർത്താവ് എന്നോട് സംസാരിക്കുന്നില്ല, പല സമയവും ഭർത്താവ് മുഴുകുന്നത് മൊബൈലിലാണ്. നാം ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഇഷ്ടപ്പെട്ട ക്വാളിറ്റി ടൈം, നമ്മൾ ജനങ്ങളുമായി, വ്യക്തികളുമായി സഹവസിക്കാൻ, സംസാരിക്കാൻ, ഇടപഴകാൻ സമയം നീക്കി വെക്കുന്നുണ്ടെങ്കിൽ അതൊരു പുണ്യകർമ്മമാണ്. കാരണം ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സമയത്തെ നമ്മൾ നീക്കി വെക്കുമ്പോൾ, ഒരാളുടെ ദുഃഖം നമ്മൾ അകറ്റുമ്പോൾ നാളെ പരലോകത്ത് അത് നമുക്കൊരു വലിയ മുതൽക്കൂട്ടായി മാറും. അതുകൊണ്ട് ജീവിതത്തിൽ, ഇന്നത്തെ ഈ ഭൗതിക ജീവിതത്തിൽ തന്നെ സുഖവും സമാധാനവും സന്തോഷവും നൽകുന്ന വലിയ ഒരു കാര്യമാണ് മറ്റുള്ളവരോട് നല്ല രൂപത്തിൽ പെരുമാറുക, പുഞ്ചിരിക്കുക, സലാം പറയുക, കൈ കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് ആ ഒരു വിഷയത്തെ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് ഇന്നത്തെ പ്രഭാത ചിന്തയിൽ നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്.